പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, കോട്ടയ്ക്കൽ IP വിനോദിലേട്ടൂരാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഈ വാർത്ത നിങ്ങൾ കൊടുത്താൽ ഒരുപാട് കോട്ടയ്ക്കൽ ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. അതായത് നാട്ടിലാരെങ്കിലും മറ്റൊരു സുഹൃത്ത് വിളിക്കും, എന്നിട്ട് പറയും, നിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്കട്ടെ, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 5 ലക്ഷം രൂപ ഇട്ട് തന്നാൽ അത് നീ വിഡ്രോ ചെയ്ത് തന്നാൽ മതി, നിനക്ക് കമ്മീഷനായിട്ട് ഒരു 5000 റുപ്യ തരാമെന്ന് പറയും. അപ്പം പണിയില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ശരിയെന്ന് പറയും. അപ്പം അങ്ങനെ ഈ കോട്ടയ്ക്കലിലെ മുഹമ്മദ് ഹുസൈദ് കാവതിക്കളത്തുള്ള ആളാണ്. ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു. സുഹൃത്ത് ആട്ടീരിയുള്ള, അവൻ്റെ പേരെന്ത് പറഞ്ഞാൽ, ആട്ടീരിയുള്ള ഖാദർ എന്ന് പറയുന്ന ആൾ വിളിച്ച് പറഞ്ഞു, ഒരു 4 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, കോട്ടയ്ക്കൽ IP വിനോദിലേട്ടൂരാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഈ വാർത്ത നിങ്ങൾ കൊടുത്താൽ ഒരുപാട് കോട്ടയ്ക്കൽ ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. അതായത് നാട്ടിലാരെങ്കിലും മറ്റൊരു സുഹൃത്ത് വിളിക്കും, എന്നിട്ട് പറയും, നിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് നോക്കട്ടെ, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 5 ലക്ഷം രൂപ ഇട്ട് തന്നാൽ അത് നീ വിഡ്രോ ചെയ്ത് തന്നാൽ മതി, നിനക്ക് കമ്മീഷനായിട്ട് ഒരു 5000 റുപ്യ തരാമെന്ന് പറയും. അപ്പം പണിയില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ശരിയെന്ന് പറയും. അപ്പം അങ്ങനെ ഈ കോട്ടയ്ക്കലിലെ മുഹമ്മദ് ഹുസൈദ് കാവതിക്കളത്തുള്ള ആളാണ്. ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു. സുഹൃത്ത് ആട്ടീരിയുള്ള, അവൻ്റെ പേരെന്ത് പറഞ്ഞാൽ, ആട്ടീരിയുള്ള ഖാദർ എന്ന് പറയുന്ന ആൾ വിളിച്ച് പറഞ്ഞു, ഒരു 4 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം അത് എനിക്ക് എടുത്തു തന്നാൽ ഒരു നിനക്ക് കമ്മീഷനായിട്ട് ഒരു 3500 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുഹമ്മദ് ഹുസൈദ് അത് എടുത്തു കൊടുത്തു. ഇപ്പോൾ അത് പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഈറോഡ് സൈബർ സെൽ പോലീസ് സബ് ഇൻസ്പെക്ടർ SI C ഭാരതി രാജ, കൂടെ K ഗൗരീശങ്കർ, R പൂവളകൻ, ഭുവനേഷ് കുമാർ, ഈ പോലീസുകാരെല്ലാം കൂടി വന്നു. അവനെ വീട്ടിൽ വെച്ച് പിടികൂടി. അവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതും അത് തിരിച്ച് ഇട്ടുകൊടുത്തതും തിരിച്ച് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്തിട്ട് ആ ക്യാഷ് മുഴുവൻ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവൻ സമ്മതിച്ചു, ഞാനൊരു കുറ്റവാളിയല്ല, ഞാൻ തെറ്റും ചെയ്തില്ല. അവൻ കുറേ കരഞ്ഞു നോക്കി. പക്ഷേ എവിഡൻസ് അവന് എഗെയിൻസ്റ്റാണ്. സത്യം പറയുകയാണെങ്കിൽ ഇവനിതിൽ നിരപരാധിയാണ്. അവൻ ആ ക്യാഷ് കൊടുത്തു എന്നേ ഒരു മനുഷ്യത്വ ലെവലിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ക്രൈം എന്ന ലെവലിൽ ഇവൻ പ്രതി തന്നെയാണ്. കാരണം താൻ അറിയാത്തൊരു ക്യാഷാണല്ലോ അവൻ എടുത്ത് വേറെ കൊടുത്തത്. അപ്പോൾ ഇതേ മോഡസിൽ ഒരുപാട് പേര് കോട്ടയ്ക്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാർത്ത ഒന്ന് ഫ്രെയിം ചെയ്തൊന്ന് കൊടുക്കണമെന്നായിരിക്കും. അതായത് ആരെങ്കിലും ക്യാഷ് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത്, നിങ്ങൾ ജയിലിൽ പോയി പോകും എന്ന് പറയാം. അവനിപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈറോഡിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഈ ഒരു ശൃംഖലയിൽ വഴി ആർക്കെങ്കിലും പണം തട്ടിപ്പുണ്ടെങ്കിൽ, ആരും പണം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷനായിട്ട് കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ വരണം. നമുക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ, സൈബർ ഇൻസ്പെക്ടർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാം. ഈ വിവരം ഒന്ന് കൊടുത്താൽ ഉപകാരമായിരുന്നു. ഓഡിയോ കേട്ടപ്പോൾ ചിലർക്കൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനിതെന്താണെന്ന് വളരെ ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ടും കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഈ ഒരു സംഭവം നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ കാവതിക്കളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് കോട്ടയ്ക്കലിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റുവട്ടത്ത്. അതേസമയം ഈ ഹുസൈദ് എന്ന് പറയുന്ന ഈ ഒരു പയ്യന് ഒരു ദിവസം ഒരു കോള് വരികയാണ്. ഞാൻ ഖാദറാണ് എന്ന് പറഞ്ഞിട്ട്, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു 4 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടും. അതിനുശേഷം നിനക്ക് ആ ഒരു 4 അക്കൗണ്ട് എനിക്ക് ആ പണം പിൻവലിച്ച് തരികയാണെങ്കിൽ നിനക്ക് ഞാനൊരു 3500 രൂപ കമ്മീഷനും തരാം എന്ന് പറയുന്നു. പെട്ടെന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിൽ പലതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇതേ സമയം ഈ ഖാദറാണ്, അട്ടീരിയിൽ നിന്നും ഖാദറാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അട്ടീരി എന്ന് പറയുന്ന പ്രദേശം കോട്ടയ്ക്കലിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു പ്രദേശമാണ് അട്ടീരി.
അങ്ങനെ ആട്ടീരിയിലുള്ള ഖാദറാണ് എന്ന് പറയുന്നതുകൊണ്ട് ഹുസൈദിനെ വിളിക്കുകയാണ്. നിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 4 ലക്ഷം രൂപ ഞാൻ ഇട്ട് തരാം, എനിക്ക് 3500 രൂപ കമ്മീഷൻ നിനക്ക് ഞാൻ തരും ചെയ്യാം. പൊതുവേ സാധാരണ കൂലിയോ ജോലിയോ തൊഴിലൊന്നും ഇല്ലാത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ഓഫറൊക്കെ പറയുമ്പോഴേ ചാടി വീഴാറ് പതിവാണ്. പലപ്പോഴും ഈ ഓൺലൈൻ മണി ട്രാപ്പുകളിലും പോയിട്ട് ചെന്നുപെടാറ് പൊതുവെ ഇത്തരത്തിലുള്ള അല്പന്മാരായിട്ടും പണത്തിൻ്റെ അത്യാർത്തിക്കും വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ പണമുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ചില അല്പന്മാരൊക്കെ തന്നെയാണ് ചെന്നുപെടാറ്. അങ്ങനെ ഈ ഒരു പണം പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഹുസൈദ് ആ പണം പിൻവലിക്കുന്നു. അങ്ങനെ തമിഴ്നാടിൻ്റെ പോലീസ് സംഘം ഈ ഹുസൈദിൻ്റെ വീട്ടിലെത്തുന്നു, അവനെ പിടിച്ച് കൊണ്ടുപോകുന്നു. നിലവിൽ ഇന്ത്യയിൽ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ലൊക്കാലിറ്റിയിലും ബേസ് ചെയ്തിട്ടാണോ എങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും അത്തരത്തിലൊരു ആവശ്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരു കുറ്റകൃത്യമാണെങ്കിൽ പ്രത്യേകിച്ച് ആ ലൊക്കേഷൻ പരിധിയിലുള്ള അതിസത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷണങ്ങൾ എങ്കിൽ അതിൻ്റെ പിറകിൽ പോയിട്ട് പിന്നീട് അത് അവിടുത്തെ പോലീസ് ഇടപെടാനോ അത്തരത്തിലുള്ളൊന്നും കൂടുതലായിട്ട് അതിന് സാധാരണ, പ്രത്യേകിച്ച് ഇതൊരു സൈബർ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ. അപ്പം അത് സംബന്ധിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ഇതെന്താണ് എന്നറിയാനും വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ഇവിടെ അന്വേഷിച്ച സമയത്ത് ഞാൻ അതെന്താണ് സംഭവിച്ചത് എന്ന് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനൊരു ഇത് സൈബറാണ്, ഇതൊരു സൈബർ കുറ്റകൃത്യമാണ് എന്നൊക്കെ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഓഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം. സാറേ, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. അപ്പം നിലവിൽ ഇപ്പം ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ആട്ടിരിയുള്ള ഒരു ഹുസൈദ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ പിടിച്ചുകൊണ്ടായ ഒരു വിഷയം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് അപ്പൊ ലക്ഷ്യമിടുന്നത്? ഇപ്പൊ 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഒരാളെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുക്കുന്നു, അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു. പക്ഷെ ഇതിന്റെ പിറകിൽ ഒരു ബാക്കിൽ ഒരു പൊതുവെ ഒരു ടീം ഉണ്ടാവുമല്ലോ നിഗൂഢമായിട്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇവരെ ലക്ഷ്യമിടുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ? മെയിനായിട്ട് ക്യാഷ് തന്നെ, എന്താ സംശയം? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പണം ഇട്ടെടുക്കുന്നു, അത് നമ്മൾ കളക്ട് ചെയ്യുന്നു, ഇവന് കമ്മീഷൻ കൊടുക്കാന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതിപ്പോ ഇവിടെ ഉള്ള നമ്മളെ മലയാളികൾ തന്നെ പരസ്പരം ചെയ്ത് പോകണോ, അതോ ഇതിപ്പോ പൊതുവെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മളെ ഇവിടേക്ക് പല സ്കാമുകൾ ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം. അത് മലയാളികളാണോ മറ്റുള്ളതാണോ എന്നറിയില്ല. ഇവർക്കൊക്കെ ഓരോ ആഡുകൾ ഉണ്ടാവും. ഓരോ ആഡുകൾ കൊടുത്തിട്ട് അല്ലെ ഒന്നെങ്കിൽ ട്രേഡിങ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ജോബ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പല രീതിയിലുണ്ട് ഈ ചീറ്റിംഗ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സാധാരണക്കാർ അയച്ചു കൊടുക്കുന്ന എമൗണ്ട് ആണ് ഈ 5 ലക്ഷം ഒക്കെ ഇവരിലേക്ക് അയക്കാൻ പറയുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ ഒരു ഇതുപോലെ ട്രേഡിങ് ചെയ്യാന്ന് വെച്ചോ, ഞാൻ ഇപ്പൊ ഇതേപോലെ ഒരു 5 ലക്ഷം അയക്കാണ്. അപ്പോ ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്, അല്ല വേറെ അതിലൊന്നുമില്ല. അവരെ സ്വന്തം അക്കൗണ്ട് അവർ ഉപയോഗിക്കില്ല. അവർ സ്വന്തം അക്കൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ട്രേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം മറ്റു അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത്. സംഭവിച്ചിട്ടുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിവിടെ ഉള്ള മലയാളികൾ തന്നെ ഇതിന്റെ പിറകിൽ മറ്റു ആളുകൾ ഇതിന്റെ പിറകിൽ ഉണ്ട് എന്നർത്ഥം. ഉണ്ടാകാം. അത് അന്വേഷണമൊക്കെ ഒന്നാമത് നമ്മുടെ കേസല്ല, അതായത് തമിഴ്നാട് അവരാണ്. അതായത് ഇത് മെയിനായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇത് വരാൻ കാരണം വെച്ചാൽ ഇവര് നാട്ടുകാർക്ക് മൊത്തം ഒരു അവയർനെസ് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഇത് വന്നിരിക്കുന്നത്. ഒരു വോയിസ് കൊടുത്തതും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്ത കേസല്ല അത്, സൈബറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസാണ്. തമിഴ്നാട് സൈബറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത കേസാണ്. സത്യത്തില് ഈ ഓഡിയോയും പോലീസുകാർ അവിടെ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ കോട്ടക്കൽ പോലീസ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ആദ്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച ഓഡിയോ. ഈ ഓഡിയോയും അതിനുശേഷം അവിടുന്ന് വന്ന മറ്റൊരു ഓഡിയോ കൂടെ താരതമ്യം ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ തമിഴ്നാട് സൈബർ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. പൊതുവെ സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുവെ സ്ട്രോങ് ആണ്. ചില സമയത്ത് വളരെ പെട്ടെന്ന് ഇതിന് ആക്ഷൻ എടുക്കുക വരാറുണ്ട്.
പക്ഷേ അവിടെ ഇത് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ നമ്മളിവിടെയൊക്കെ ഒരുപാട് ട്രേഡിങ് പോലത്തെ ജോബുകൾ, ട്രേഡിങ് ജോബ് അല്ലെങ്കിൽ ജോബ് ട്രേഡ്, അത്തരത്തിൽ പല ട്രേഡിങ് ബിസിനസ്സുകൾ പലരും ചെയ്യുന്നുണ്ട്. ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പലപ്പോഴും ഈ ബാങ്ക് അക്കൗണ്ടുകൾ പലപ്പോഴും അവരുടെ യഥാർത്ഥ ആരാണോ ഈ പണം അന്വേഷിച്ച് ഇൻവെസ്റ്റിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നത് അവരുടെ അക്കൗണ്ടുകളല്ല പൊതുവെ നൽകാറ്. പലപ്പോഴും മറ്റാരെങ്കിലും അക്കൗണ്ടുകളാണ് വേണ്ടി വരാറ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ഖാദർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ട്രേഡോ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സ്കാമായിട്ടോ അതിനും വേണ്ടിയിട്ട് പണം ചോദിച്ചിട്ടുണ്ടാവാം തമിഴ്നാട് സർക്കാരിലുള്ള ഒരു വ്യക്തിയുമായിട്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി, കാരണം ഞാൻ ഇവിടെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങളും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും ആ ഒരു പണം ആ വ്യക്തിയോട് ആവശ്യപ്പെട്ടു, തമിഴ്നാട്ടിലുള്ള ആ ഒരു വ്യക്തിയോട് അങ്ങനെ ആ പണം അയച്ചു കൊടുക്കുകയും ഒരു ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ മലയാളി ഈ പണം ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല. പൊതുവെ ഇത്തരം ഗേറ്റ്വേ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പണം തട്ടിപ്പ് നടത്താറ് പൊതുവെ. അങ്ങനെ അതൊരു തട്ടിപ്പാണ് എന്ന് ഒരു പക്ഷേ ആ തമിഴ്നാട്ടിലുള്ള വ്യക്തിക്ക് മനസ്സിലായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു ഖാദറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പണം സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് ആരെങ്കിലും ഒരാളെ അക്കൗണ്ടുള്ള ഒരു വ്യക്തി എന്നുള്ള സ്ഥിതിക്ക് ഹുസൈദിനെ ഒരു പക്ഷേ നേരത്തെ പരിചയമുണ്ടാവാം, പരിചയമില്ലാതിരിക്കാം. പക്ഷേ നേരത്തെ പരിചയമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഒരിക്കൽ എപ്പോഴും ക്യാഷ് കിട്ടണം എന്നുള്ള ചിന്തയിൽ മാത്രമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് അവനൊരു 3500 രൂപ കമ്മീഷനും കൊടുക്കാം എന്നുള്ള രീതിയിൽ ഈ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പൊതുവെ പോൺസി സ്കീമുകളാണല്ലോ കൂടുതലും. അപ്പോൾ ആ സമയത്ത് അവിടെ യഥാസമയം അവിടെ സൈബർ കേസ് റിപ്പോർട്ടും ചെയ്തു. അതേസമയം ഒരു പക്ഷേ ഇത് നേരെ ഡയറക്റ്റ് ഇവൻ്റെ അക്കൗണ്ടിലേക്ക്, ഈ ഖാദറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഹുസൈദിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതേസമയം ഈ തമിഴ്നാട് സർക്കാരിന് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയായി എന്നും, പിന്നെ ഒരു പക്ഷേ ഈ പണം പുറം രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് ഇനി ഹുസൈദിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണോ അതും നമുക്ക് സംശയിക്കാതിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് എന്ത് തന്നെ ആയാലും ഒരു സൈബർ ക്രൈമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കോട്ടക്കലാണെങ്കിലും അവിടെയുള്ള പോലീസിനോ അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയാണോ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമേ ഇത് അന്വേഷിക്കാനും പറ്റുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പോലീസ് സ്റ്റേഷനിൽ മുൻകൂറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലേ ആ വ്യക്തിക്ക് അതിൻ്റെ സത്യസന്ധത തെളിയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്നുകൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പോലീസുകാർ ആദ്യം പറഞ്ഞ ഓഡിയോയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു സൈബർ ക്രൈമാണ്. പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നമ്മൾ അറിയാതെ പോയി പെടാറുണ്ട്. ചിലപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു 5 ലക്ഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എനിക്കതിൻ്റെ കമ്മീഷനും കിട്ടും, ഇനി ബാക്കി കൊടുത്താലും മതി, ഇങ്ങനെ ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയോണ്ടി, അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ നിലവിലുണ്ടാവാറ്. അപ്പോൾ അതൊക്കെ പോലെ തന്നെ ഇതൊരു സ്കാമാണോന്നും അറിയാതെ ഈ ഹുസൈദ് യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടുപോവാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ ഏതാണോ സ്റ്റേഷൻ പരിധിയിൽ അവിടെ റിപ്പോർട്ട് ചെയ്ത് അത് അവിടുത്തെ സൈബറിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാം, ഒരു പരിധിയൊക്കെ പറ്റും. പിന്നീട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തെളിയിക്കാനുള്ള അവസരം ഇത്തരം സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ മിണ്ടാതിരിക്കും. പൊതുവെ ഇന്ന് ഒരുപാട് ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയൊക്കെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും പലരും അറിയാതെ യഥാർത്ഥ സത്യങ്ങളൊന്നും അറിയാതെ പോയിട്ട് നമ്മളൊരു ട്രാപ്പിൽ അകപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങൾ നിലവിൽ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ഒരു സാഹചര്യത്തിൽ നിലവിൽ മലയാളികളായ ഒരുപാട് പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ ജയിലറക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഒരുപാട് ഉണ്ട് നിലവിൽ താനും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ
കണ്ടും അറിഞ്ഞും കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മളെ അക്കൗണ്ട് നമ്പറോ അതേപോലെ OTPകളൊന്നും നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതേപോലെ തന്നെ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫറൊക്കെ ഓൺലൈൻ ട്രാൻസ്ഫറൊക്കെ ചെയ്യുമ്പോൾ വളരെ പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ മുഖേന നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മുൻപത്തെ പോലെയല്ല. മുൻപ് നമ്മുടെ എന്താ പറയുക പോലീസിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും സൈബർ പോലീസിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ സ്വത്തിനൊക്കെ സുരക്ഷ നൽകിയാൽ മതിയായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ സൈബർ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്രാപ്പുകളിൽ നമ്മൾ പോയി പെടുന്നുണ്ട്. നമ്മളെ പണം ഡിജിറ്റൽ മണി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നിലവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തരം എക്സ്പീരിയൻസുകളൊക്കെ പലർക്കും ഉണ്ടായിരിക്കും. ആ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം പലർക്കും അതൊരു മുന്നറിയിപ്പായി മാറാം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോസുമായി വീണ്ടും